ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പൈനാപ്പിൾ വെച്ചിട്ട് ഒരു സ്വീറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വേറൊന്നുമല്ല, പൈനാപ്പിൾ ബർഫി. അതിനുവേണ്ടി നല്ല പഴുത്ത ഒരു പൈനാപ്പിൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമ്മളിതുപോലെ കട്ട് ചെയ്ത് സ്മോൾ പീസസ് ആക്കി അതിനുശേഷം മിക്സിയിൽ അരച്ചെടുക്കണം. പൈനാപ്പിൾ ബർഫിക്കായിട്ട് നമ്മൾ ആദ്യം ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുക്കുക. എന്തുകൊണ്ട് നോൺ സ്റ്റിക്ക് പാൻ എടുക്കുന്നതെന്ന് വെച്ചാൽ അടിക്ക് പിടിക്കാതിരിക്കാനും പിന്നെ കുറച്ചുകൂടെ എളുപ്പത്തിൽ പാകം ചെയ്യാൻ വേണ്ടിയിട്ടും നോൺ സ്റ്റിക്ക് പാൻ തന്നെ ആയിരിക്കും എപ്പോഴും നല്ലത്. ഈ നോൺ സ്റ്റിക്ക് പാനിലേക്ക് നമ്മൾ ഒരല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഏകദേശം ഉരുകി വരുമ്പോഴത്തേക്കിനും നമ്മൾ നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിനകത്ത് ഒരുപാട് വെള്ളം ഉണ്ടാവും. ഈ വെള്ളം ഒന്ന് വറ്റി വരുന്നിടം വരെ നമ്മൾ നന്നായിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കണം. നോൺ സ്റ്റിക്ക് പാൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതുപോലെയുള്ള ഒരു തടിത്തവി ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇല്ലെന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്ക് പാനിന് അതത്ര നല്ലതായിരിക്കില്ല. ഈ മിക്സ് നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുക്കുക. ഇതിപ്പം ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ആഡ് ചെയ്താൽ ഇത് വീണ്ടും ഒന്നും കൂടെ ഒന്ന് കുറുകണം. അതുവരെ നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുക്കുക. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കിനും നമുക്ക് ഇതിലേക്ക് കോക്കനട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എപ്പോഴും ഒരു ബർഫിയിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്കതില്ലാത്തത് കൊണ്ട് നമ്മൾ ചിരവിയ തേങ്ങ ഒന്ന് മിക്സിയിൽ ചെറുതായി ഗ്രൈൻഡ് ചെയ്ത് ചേർക്കുകയാണ്. എപ്പോഴും കോക്കനട്ട് ഇതിന് കൊടുക്കുന്നൊരു ഫ്ലേവർ ഒന്ന് വേറെ തന്നെയാണ്. വളരെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കോക്കനട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എപ്പോഴും ബർഫിയിൽ കോക്കനട്ട് ആഡ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കുക. ഇതൊരു ഏകദേശം ഒരു ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തുന്നുണ്ട്. ഈ സമയം നമ്മൾ ഇതിലേക്ക് ഒരല്പം നെയ്യ് കൂടി ആഡ് ചെയ്യുന്നു. അടിക്ക് പിടിക്കാതിരിക്കാനും അതുപോലെ തന്നെ ബർഫിയുടെ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനും കൂടിയാണ് നമ്മൾ ഈ സമയത്ത് ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഇതിലേക്ക് ഒരല്പം നെയ്യ് ആഡ് ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇപ്പം ഇതിൽ നിന്ന് നോൺ സ്റ്റിക്ക് പാനിൽ നിന്ന് തന്നെ ഇത് വിട്ടു വരുന്ന ഒരു പരുവമായിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. മുഴുവനായും വിട്ടു വരുമ്പം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ബർഫി നമുക്ക് പെർഫെക്റ്റ് ഷേപ്പിൽ കിട്ടാനായി നമ്മൾ ബർഫി മിക്സ് ഒരു മോൾഡിലേക്ക് മാറ്റണം. നമുക്കിവിടെ ഒരു ട്രേയോ മോൾഡോ ഒന്നും ഇല്ലാത്തതിനാൽ നമ്മൾ ഒരു സ്റ്റീൽ പ്ലേറ്റാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. സ്റ്റീൽ പ്ലേറ്റിലേക്ക് നമ്മൾ ഒരല്പം വെണ്ണ തടവി ഈ മിക്സ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെച്ച് സെറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബട്ടർ പേപ്പർ ആയാലും ഉപയോഗിക്കാം. ഈ മോൾഡ് ചെയ്ത മിക്സിൻ്റെ ടോപ്പിങ്സിനായി നമുക്ക് ഏതെങ്കിലും നട്ട്സ് പൊടിച്ചതോ അല്ലെങ്കിൽ സ്ലൈസ് ചെയ്തതോ നമുക്കിത് ടോപ്പിങ്സ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഈ മിക്സ് നമുക്ക് റെഫ്രിജറേറ്ററിൽ വെച്ചിട്ട് ഓവർനൈറ്റ് സെറ്റാക്കി എടുക്കാം. പിറ്റേ ദിവസം രാവിലെ നമുക്കിത് കട്ട് ചെയ്ത് ആവശ്യത്തിനുള്ള സൈസിൽ പീസസ് ആക്കി എടുക്കാവുന്നതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യമാണെങ്കിൽ 2 മണിക്കൂറിൽ നമ്മൾ ഫ്രിഡ്ജ് വെച്ചായാലും സെറ്റാക്കി എടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഏതൊരു ഫംഗ്ഷനും ഒരു ഗ്രാൻഡ് ഐറ്റമായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ ബർഫി. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.